ഹായ് ഓൾ, എഡ്യു ഗവൺമെന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് ABPMJAY. എന്താണ് ABPMJAY? ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലേ. അപ്പോൾ ആ ഒരു ഇതിന് കുറച്ച് ചേഞ്ചസ് വരുത്തി എന്നുള്ളൊരു കാര്യമാണ് വന്നിരുന്നത്. നേരത്തെ ഈ ഒരു JAY യോജന കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഇത്ര ഇൻകം എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ ആയിരുന്നു, അല്ലെങ്കിൽ ഇത്ര ഏജ് എബോ ആയിരുന്നു, അങ്ങനെ കുറേ ക്രൈറ്റീരിയസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ നോംസ് എന്താണെന്ന് പറഞ്ഞാൽ 70 വയസ്സിന് മുകളിലുള്ള ഏതൊരു സീനിയർ സിറ്റിസണിനും 5 lakh പെർ ഫാമിലി ആനുവൽ കവറേജ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ അതിനകത്ത് ഒരു സ്പെഷ്യൽ കേസസ് പറഞ്ഞിരിക്കുന്നുണ്ട്. CGHS, അതേണക്ക് തന്നെ നമ്മുടെ RPF, അങ്ങനെയുള്ള സ്കീംസിൻ്റെ പെൻഷൻസ് റിസീവ് ചെയ്യുന്നവരാണെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് വേറെ പെൻഷൻസ് റിസീവ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം ആയുഷ്മാൻ ഭാരത് വേണോ അതോ ആ സ്കീം വേണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് ആയിട്ട് കിട്ടുന്ന ഏതൊരു ഇൻഷുറൻസ് കിട്ടുന്ന 70 എബോവുള്ള സീനിയർ സിറ്റിസണിനും ഈ ഒരു യോജന ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഓൾറെഡി നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ഒരു ആനുവൽ ടോപ്പ് ഓഫ് 5 lakhs കൂടി കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി പുതിയതായിട്ട് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പുതിയൊരു കാർഡായിട്ട് അവരെ ഇറക്കിയിട്ട് ആ കാർഡ് വഴി അവർക്ക് ഈ എമൗണ്ട് കിട്ടുന്ന രീതിയിലാണ് ഹെൽത്ത് കവറേജ് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ന്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു വെച്ചേക്കുക. സോ അപ്പോൾ 70 years ഏജ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 70 years എബോ ആയിട്ടുള്ള സീനിയർ സിറ്റിസണിനാണ് പെർ ഫാമിലിയാണ് 5 lakh കിട്ടുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോർട്ട് ഒരു വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൽഹി ഹൈക്കോർട്ട് ഒരു വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ കോർട്ട് എന്നാണ് ആ വെബ് പോർട്ടലിൻ്റെ പേരെന്ന് പറഞ്ഞത്. അതായത് കോർട്ടിൽ നടക്കുന്ന ലൈറ്റ് ഹാർട്ടഡ് മൊമെൻറ്റ്സ്, അല്ലെ അതിനൊക്കെയായിട്ടുള്ള കോമഡി മൊമെൻറ്റ്സ്, എക്സ്ചേഞ്ചസ്, അതൊക്കെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ജസ്റ്റ് ഒരു റിലീഫിന് വേണ്ടിയിട്ടുമായിട്ട് എല്ലാവരും അറിയിക്കുക എന്നൊരിതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോർട്ടൽ കൊണ്ടുവരുന്നത്. സോ അപ്പം നമുക്കൊരു ഹൈക്കോർട്ട് ഹ്യൂമൻ കോർട്ട് എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്ത് ആരാൻ സുപ്രീം കോടതി എന്നൊക്കെ ഒരു ഇത് കാണുന്നതുകൊണ്ടാണ് പറയുന്നത് ഡൽഹി ഹൈക്കോർട്ടാണ് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഒരു പോർട്ടൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സിക്കിം ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിം ഗവൺമെൻറ് അവിടുത്തെ 40% എബോവ് ഓർ 40% ഓർ എബോവ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസ്, വുമൻസിന് ഡിസബിലിറ്റി ആൻഡ് വുമൺ ഇൻ പേഴ്സൺസ് വിത്ത് 40% എബോവ് ഡിസബിലിറ്റി ഉള്ളവർക്കും വുമണിനും ബിപിഎൽ കാറ്റഗറിയിലുള്ള വുമൻസിനും 100% കൺസെഷൻ ബസ് ഫെയറിൽ കൊടുത്തു. ഇതിന് മുമ്പ് നമുക്ക് നേരത്തെ തമിഴ്നാടിൻ്റെ ഒക്കെ കുറച്ച് ന്യൂസസ് ഉണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചോണം. അപ്പം നമ്മുടെ ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% ഓർ എബോവ് ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിനും BPL ഉള്ള വുമൻസും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബസ് ഫെയർ ഇല്ല എന്നുള്ള, ഫ്രീ ആണെന്നുള്ള ന്യൂസാണ് വന്നിരിക്കുന്നത്. ഇത് കൊണ്ടുവന്നത് സിക്കിം ഗവൺമെൻറ് ആണ്. അവിടുത്തെ CM എന്ന് പറയുന്നത് പ്രേം സിംഗ് തമാങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. മിഷൻ മൗസം റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ്. മിഷൻ മൗസം ഓക്കെ ആക്കി എന്നുള്ളൊരു ഇതാണ് വരുന്നത്. സോ എന്താണ് മിഷൻ മൗസം? മിഷൻ മൗസം എന്ന് പറയുന്നതിന് മുന്നേ ഇത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതിന് ക്ലിയറൻസ് കൊടുത്തത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. ഇത് കൂടുതൽ ഇതിൻ്റെ ഒരു നോഡൽ ഏജൻസിയായിട്ട് വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ്. എന്താണ് ആ മൗസം എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും റിലേറ്റഡ് ടു വെതർ ആണ് അല്ലേ. സോ അപ്പോൾ ഇന്ത്യയിൽ ഇതിനെ എല്ലാ വെതർ ഫോർകാസ്റ്റിനെ എല്ലാത്തിനെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് മിഷൻ മൗസം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് ടൈംലി വെതർ ഫോർകാസ്റ്റ് ആൻഡ് അലേർട്ട്സ് അറ്റ് വേരിയസ് ജോഗ്രഫിക്കൽ ഏരിയാസ്. അതായത് ഒരു ഇൻ കേസ് ലാൻഡ് സ്ലൈഡ് അല്ലെ, ഹെവി റെയിനിലെ ഫോഗ് അല്ലെ, മിസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള കേസസിൽ, സിവിയർ ആയിട്ട് വരുന്ന കേസസിൽ നേരത്തെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടും എല്ലാമാണ് ഇങ്ങനെ ഒരു മിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ അവരുടെ എയിം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, വെതർ സർവൈലൻസിനും മോഡൽ ഫോർകാസ്റ്റിങ്ങിനും അറ്റ്മോസ്ഫിയറിക് സയൻസസിനും എല്ലാം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും കൂടി അവരുടെ എയിം ഉണ്ട്. ദെൻ ഇതിനെല്ലാം ഈ ഒരു മിഷൻ മൗസത്തിന് ഫണ്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി പൂനെയിലുള്ളത്, നാഷണൽ സെൻറ്റർ ഫോർ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് നോയിഡ. ഈ 3 ഏജൻസീസ് ആയിരിക്കും ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. ഇതിനൊരു നോഡൽ ഏജൻസി അല്ലെങ്കിൽ നോഡൽ ബോഡിയായിട്ട് വർക്ക് ചെയ്യുന്നത്
ചെയ്യുന്നത് ആരായിരിക്കും? മിനിസ്ട്രി ഓഫ് സയൻസ് ആണ്. അപ്പോൾ മിഷൻ മൗസം റിലേറ്റഡ് ടു വാട്ടാണ്? വെതർ ഫോർകാസ്റ്റ് ആണ്. അപ്പോൾ മിഷൻ മൗസം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വെതർ മൗസം എന്ന് വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്നാലൊന്ന് ഓർത്ത് വെച്ചാൽ വെതർ ഫോർകാസ്റ്റിംഗ് ആണ് മിഷൻ മൗസം റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് UK ഗവൺമെൻറ്റും ടാറ്റ സ്റ്റീൽ ഇൻഡസ്ട്രീസും തമ്മിലൊരു MOU ആണ്. എന്താന്ന് പറഞ്ഞാൽ UK പോർട്ട് ടാബ്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ടാറ്റ ഇൻഡസ്ട്രീസിന് ഒരു പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളൊരു MOU സൈൻ ചെയ്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആർക്ക് ഫർണസിൻ്റെ പ്രോജക്റ്റാണ്. അത് പോർട്ട് ടാബ്ലറ്റ് എന്ന് പറയുന്നത് വെയിൽസിലാണ്, UK വെയിൽസിലാണ് പോർട്ട് ടാബ്ലറ്റ് എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഇത് ഇലക്ട്രിക് ആർക്ക് ഫർണസ് എന്ന് വെച്ചാൽ മെറ്റൽസിനെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ലിക്വിഡാക്കി മാറ്റുന്ന, എന്താണ് ഹാർഡ് മെറ്റൽസിനെ ലിക്വിഡാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരാണ്. ഇതാണ് 90% എമിഷൻ കൺട്രോൾ നമുക്ക് അവിടെ പറ്റും എന്നുള്ളത് കൊണ്ടാണ് UK ഗവൺമെൻറ് ടാറ്റ സ്റ്റീൽ ഇൻഡസ്ട്രീസുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മെഗാ ഹബിൽ 25th റാങ്കിങ് കിട്ടി എന്നുള്ളതാണ്. അതായത് മെഗാ ഹബ് എയർപോർട്ട്സ് ഗ്ലോബലിൽ 25th റാങ്ക് ഇന്ത്യയിൽ നിന്ന് 2 എയർപോർട്ട്സിനാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് 25th വന്നിരിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് ആദ്യം വന്നിരിക്കുന്നത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിനാണ്. ഈ ഒരു സർവേ നടത്തിയത് OAG ആണ്. OAG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഏവിയേഷൻ ഡാറ്റ അനാലിറ്റിക് ഫേം ആണ്. അവരാണ് ഈ ഒരു സർവേ നടത്തിയത്. അതിനകത്താണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് 25th വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മറ്റൊരു എയർപോർട്ടും കൂടെ ഉണ്ട്. അത് നമ്മുടെ മുംബൈയിലുള്ള ഛത്രപതി ശിവജി മഹാരാജ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതിന് 44th റാങ്കിങ് ആണ് വന്നിരിക്കുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് ആകെ 2 എയർപോർട്ട്സിന് മാത്രമേ ഈ ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ, മെഗാ ഹബിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയും, സെക്കൻഡ് വൺ എന്ന് ഛത്രപതി ശിവജി മഹാരാജ ഇന്റർനാഷണൽ എയർപോർട്ട് മുംബൈയുമാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, മിഷൻ മൗസം റിലേറ്റ് ചെയ്തിട്ടൊക്കെ വരുന്നത്, അതായത് എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമസോൺ ഫോറസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം അല്ലേ? ആമസോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ അബ്സോർപ്ഷനാണ് കാർബൺ ഡയോക്സൈഡ്, 7.5 ബില്യൺ കാർബൺ ഡയോക്സൈഡ് അബ്സോർപ്ഷൻ കൊണ്ടെന്നുള്ള സ്റ്റഡി നമുക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ ഫോറസ്റ്റ്, റെയിൻ ഫോറസ്റ്റിനകത്ത് തന്നെ ഒരു 40% ആയിട്ടുള്ള ഏരിയാസ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് കിടക്കുകയാണെന്നുള്ള ന്യൂസാണ്. ഇപ്പോൾ അത് സാറ്റലൈറ്റിൻ്റെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് സയൻറ്റിസ്റ്റ് അനലൈസ് ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു ഇതിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞത്. സാറ്റലൈറ്റ് പിക്ചേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അപ്പം നോക്കി അയ്യോ 40% ഒക്കെ ലെഫ്റ്റ് കിടന്ന ബാക്കി കുഴപ്പമില്ലല്ലോ, അങ്ങനെയല്ല. ഈ 40%ലാണ് ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള ട്രീസും നാച്ചുറൽ വെജിറ്റേഷൻസ് ഒക്കെ കൂടുതലായിട്ട് കിടക്കുന്നത്. അതായത് സൗത്ത് വെസ്റ്റ് ഓഫ് ആമസോണിയൻ പെറു, നോർത്ത് ഈസ്റ്റ് ഓഫ് ബ്രസീൽ, ഫ്രഞ്ച് ഗുനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ആ ഒരു ഭാഗം, ആ ഒരു മിഡിൽ 40% ആണ് എന്തായിട്ട് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് കിടക്കുമ്പോഴത്തേക്ക് അത് എന്തായാലും സ്വാഭാവികമായി ഡിപ്ലീഷനിൽ ഏർപ്പെടാം അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ വേൾഡ് ക്ലൈമറ്റിന് തന്നെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഈ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അത് നല്ല രീതിയിൽ പഠിച്ചോളാം. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അതൊരു സ്കീമാണ്. PM-E ഡ്രൈവ് എന്ന് പറഞ്ഞൊരു സ്കീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ലോഞ്ച് ചെയ്തത് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 10,990 crore സ്കീമാണ്. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഇന്ത്യയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഇന്ത്യയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PM-E ഡ്രൈവ് വന്നിരിക്കുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെൻറ്റ് എന്നാണ് PM-E ഡ്രൈവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഇന്ത്യയിലേക്ക് പ്രൊമോട്ട് ചെയ്യാനാണ് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇതെന്ന് പറയുന്നത്? നമ്മുടെ FAME 2-നെ റീപ്ലേസ് ചെയ്യുന്നുള്ളൊരു കാര്യം പറഞ്ഞു. എന്താ FAME 2? FAME 2 എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ അഡാപ്റ്റീവ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ള ഒരു സ്കീം നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ന്യൂസിൽ FAME 3-യെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിനകത്ത് പറഞ്ഞു FAME 2-ന് കുറേ ഡ്രോബാക്സ് ഉണ്ട്, അതിനെല്ലാം മാറ്റിക്കൊണ്ടായിരിക്കും FAME 3 വരുന്നത്. അപ്പോൾ അതിനെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലല്ലേ, അതിനൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫാസ്റ്റർ ഈ PM-E ഡ്രൈവ് വന്നത്. സോ FAME 2-ന്റെ ഫുൾ ഫോം ഫാസ്റ്റർ അഡാപ്റ്റീവ് ആൻഡ് മാനുഫാക്ചറിങ്
ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ളതാണ് ഫെയിം 2ന്റെ ഫുൾ ഫോം. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് PM E-Drive വരുന്നത്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഇന്ത്യയിലേക്ക് പ്രൊമോട്ട് ചെയ്യാം, പൊല്യൂഷൻസ് കുറയ്ക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് ഈ വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ചാർജിങ് സ്റ്റേഷൻസിനെയും ഇലക്ട്രോണിക് ചാർജിങ് വെഹിക്കിൾസിനെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഈ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം 2.47 lakh two-wheelers, 3.16 lakh three-wheelers and 14,028 e-buses. അത് കൂടാതെ തന്നെ ഈ ആംബുലൻസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ അല്ലെങ്കിൽ അത്രയും മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ബസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം അവർ കൊണ്ടുവരാന്ന് വെച്ചാൽ ഇന്റർ സ്റ്റേറ്റ് കണക്ട് ചെയ്യുന്ന ബസ്സസ് ആയിരിക്കും, ദെൻ ഇന്റർ ഡിസ്ട്രിക്ട് കണക്ട് ചെയ്യുന്ന ബസ്സസ് ആയിരിക്കും, അങ്ങനെ ദെൻ നോർമൽ ടു ബസ്സസ്, അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത് 40 lakh എബവ് ആയിട്ട് പോപ്പുലേഷൻ വരുന്ന ഒരു 8 cities എടുത്തിട്ട് ആ സിറ്റീസിലേക്കായിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അതാണ് PM E-Drive എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു സ്പോട്ട് റിലേറ്റഡ് ന്യൂസ് ആണ്. അതൊരു നാഷണൽ റെക്കോർഡാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ നാഷണൽ മീറ്റിൽ 4x100 മീറ്റർ മെഡ്ലേയിൽ തമിഴ്നാടിൻ്റെ പ്രമിതി ധനശേഖരൻ, ധനുഷ് സുരേഷ്, ബെനഡിക്ഷൻ രോഹിത് ആൻഡ് ദീക്ഷ ശിവകുമാർ പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ടൈം സെക്കൻഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 4:05:30 എന്നുള്ളതാണ് ടൈം തന്നിരിക്കുന്നത്. ദെൻ അതിനകത്ത് തന്നെ ഈ ഒരു സീനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പാണ്. അതിനകത്ത് കർണാടകയുടെ അനീഷ് ഗൗഡയ്ക്ക് ഗോൾഡ് ഫ്രീ സ്റ്റൈലിൽ 800 മീറ്ററിൽ ഗോൾഡ് ലഭിച്ചു എന്നുള്ളൊരിതും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഇതിലാണ് നാഷണൽ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്? നാഷണൽ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിലാണ് ഒരു നാഷണൽ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗോൾഡും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ സർവേ നടന്നു. റീസെൻ്റ്ലി സർവേ നടത്തിയതായിരുന്നു US ന്യൂസ് ആനുവൽ റിപ്പോർട്ടിൻ്റെ സർവേ ആണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം സ്വിറ്റ്സർലൻഡാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കൺട്രി. ടോട്ടൽ 89 കൺട്രീസിൻ്റെ ഒരു സർവേ നടത്തിയതാണ്. അപ്പോൾ എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജോബ്, സെക്യൂരിറ്റി, അതിൻ്റെ എല്ലാം ബേസിലാണ് ഈ ഒരു ഫ്രീഡം, അതിൻ്റെ എല്ലാം ബേസിലാണ് സ്വിറ്റ്സർലൻഡ് ബെസ്റ്റ് കൺട്രി ആയിട്ട് മാറിയത്. 89 കൺട്രീസിൽ നിന്നാണ് സ്വിറ്റ്സർലൻഡ് വന്നത്. സ്വിറ്റ്സർലൻഡ് 3ാമത്തെ തവണയാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്. സെക്കൻഡ് വന്നേക്കുന്നത് ജപ്പാനാണ്, തേർഡ് വന്നേക്കുന്നത് USA ആണ്, ഫോർത്ത് വന്നേക്കുന്നത് കാനഡയാണ്, ഫിഫ്ത്ത് വന്നേക്കുന്നത് ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ടോപ്പ് 5 ഇവരാണ്. സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, USA, കാനഡ, ഓസ്ട്രേലിയ ആണ് ടോപ്പ് 5 വന്നിരിക്കുന്നത്. ഇതിൽ ഏഷ്യയിൽ എടുക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ജപ്പാനാണ്. ഓക്കെ, ദെൻ ഇന്ത്യയുടെ റാങ്കിങ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 33 ആണ് ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു പാസിംഗ് അവേ ആണ്. ദ്രോണാചാര്യ അവാർഡ് വിന്നർ ആയിട്ടുള്ള ജയന്ത് കുഷ്ലാൽ അന്തരിച്ചു എന്നുള്ള ന്യൂസാണ്. അദ്ദേഹം എന്ന് പറയുന്നത് നേരത്തെ മുന്നത്തെ ടേബിൾ ടെന്നീസ് കോച്ചൊക്കെ ആയിട്ടുണ്ട്. ഇദ്ദേഹം മാൽഡീവ്സ്, കസാക്കിസ്ഥാൻ, USA ഹെഡ് കോച്ചായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ദാസ്, അറൂബ് ബസക്, അംബിക, രാധിക, സുരേഷ് ആൻഡ് പ്രദീപ് സിംഗിനെയൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. സോ ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിക്കുന്നു. അടുത്ത ദിവസം മറ്റു കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണുന്നവരെ ബൈ.